ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും നമ്മൾ കുറച്ച് റോസ് പ്ലാന്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റോസ് പൂക്കളുടെ പിക്ക് സെപ്പറേറ്റ് അയക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ നമുക്കിവിടെ മഴയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഒന്നും ക്ലിയറായിട്ട് അയക്കാൻ പറ്റാതെ പോയത്. അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ നാടനാണ് കേട്ടോ, നാടൻ റോസുകളാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ റോസെല്ലാം 120ൻ്റെ റോസാണ് കേട്ടോ, നമ്മുടെ നേരത്തെ സ്റ്റോക്കല്ല, പുതിയ ലോഡ് വന്നതാണ്. അപ്പോൾ അതായിരിക്കും പ്രൈസ് വരുന്നത്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള റോസുകളാണ്. അപ്പോൾ ഈ കാണുന്ന എല്ലാ റോസും നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള റോസാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ചധികം പേർക്ക് നമ്മൾ കൊറിയർ അയക്കാനുണ്ട്. പക്ഷേ ഇവിടെ മഴ കൂടുതലായതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇതിക്ക് മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്ഥലം ആലപ്പുഴയാണ്. അപ്പോൾ നമുക്കിവിടെ നല്ല രീതിയിൽ വെള്ളം നിൽക്കുന്നുണ്ട്, DTDC ഒക്കെ അവധിയുമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കൊറിയർ അയക്കാത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. അത് പ്രത്യേകം ഞാൻ പറഞ്ഞാണ്, കാരണം കുറച്ച് ദിവസമായി നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഗാർഡനിലേക്ക് പോകാൻ പോലും പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇവിടുത്തെ. അപ്പോൾ അതുകൊണ്ടാണ് അതെല്ലാവരും മനസ്സിലാക്കുക. പിന്നെ ഈ കാണുന്നതൊക്കെ തന്നെയാണ് പ്ലാന്റ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ മിക്കവരും പ്ലാന്റ്സിൻ്റെ സൈസ് സെപ്പറേറ്റ് അയക്കാൻ പറയുന്നത്. പക്ഷേ നമുക്ക് ഒത്തവണ്ണം ഗാർഡനിൽ പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ അയക്കാൻ പറ്റാത്തത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർക്കുക, മനഃപൂർവ്വം അല്ല. അതുപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരാൻ ലേറ്റ് ആവുന്നതും നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഒരുപാട് മെസ്സേജസ് ഡെയിലി വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം വന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്ന മെസ്സേജിന് റിപ്ലൈ തരാൻ കുറച്ച് ലേറ്റ് ആവുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക, മനഃപൂർവ്വം അല്ല, എല്ലാവർക്കും ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും നാടൻ റോസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ബാംഗ്ലൂർ റോസാണ്. അപ്പോൾ ബാംഗ്ലൂർ റോസ് ഏതാണെന്ന് എൻ്റെ അടുത്ത് കുറച്ച് കസ്റ്റമേഴ്സ് ചോദിച്ചത് എങ്ങനെ തിരിച്ചറിയാവുന്നത്. അപ്പോൾ ഈ കാണുന്നതന്നെ ബാംഗ്ലൂർ റോസാണ്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു റോസ് വാങ്ങിച്ച് നടാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ക്ലൈമറ്റിൽ ഇത് അധികം നാൾ നിൽക്കത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അടുത്തതായി ഒരു പ്ലാനായിട്ട്, ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, എന്നാലും ഇതിൻ്റെ വളരെ കുറഞ്ഞ തൈകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ഇതിൻ്റെ 2 കളേഴ്സ് നമുക്കുണ്ട്. ഒന്ന് ഈ കാണുന്ന കളറാണ്, പിന്നുള്ളത് യെല്ലോയാണ് കേട്ടോ. യെല്ലോ നല്ല ഡാർക്ക് യെല്ലോ കളറാണ്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലും വെള്ളം എല്ലാം വേണ്ടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഓവറായിട്ടുള്ള ഒരു കെയറിങ്ങും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടെയാണ്. എല്ലാ ദിവസവും നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ അധികം നേരം പൂക്കൾ നിൽക്കത്തില്ല, പെട്ടെന്ന് വാടിപ്പോകും. എന്നാലും വിരിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. കുറച്ച് നേരം നിൽക്കും എന്തായാലും. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. പാർക്കിങ്ങിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളുക. അടുത്തതായി ഈ ഒരു സുന്ദരിക്കുട്ടിയാണ് കേട്ടോ. ഇതിൻ്റെ 2 ഷെയ്ഡ് നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് ഈ കാണുന്നൊരു ഷെയ്ഡാണ്, പിന്നെ ഉള്ളത് പിങ്കാണ്. പിങ്ക് കളർ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. കുറഞ്ഞ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിന് പ്രത്യേകം പറയുമ്പോഴത്തേക്കും വെള്ളമൊന്നും ഓവറായിട്ട് കൊടുക്കേണ്ടാത്തൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ കെയറിങ്ങും വളരെ കുറവാണ്, മാത്രം മതി ഇതിന്. അപ്പോൾ പ്ലാന്റ്സൊക്കെ നോക്കാൻ സമയമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക. കാരണം നമുക്ക് ഒരുപാട് വലിയ പ്ലാന്റ്സ് അയക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈസിലെ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരിക. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും പിന്നെ പിങ്ക് എൻ്റെ കയ്യിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതായിരുന്നു, ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അടുത്തതായി ഈ ഒരു ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. നമ്മുടെ ഇലമുളച്ചി എന്ന് പറയുന്ന പ്ലാന്റാണ്. മൂത്രത്തിക്കല്ലിന് എടുക്കുന്ന ഒരു ഔഷധമാണ് ശരിക്കും പറഞ്ഞത്. ഇത് വളരെ ഒരുപാട് പേർക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കുറഞ്ഞ തൈകൾ മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരു തൈ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ വാട്ടറിങ് ഒരു കാരണവശാലും ഇതിന് കൊടുക്കാതിരിക്കുക. ഉറപ്പായിട്ടും വെള്ളം ഓവർ ചെയ്യുന്ന കഴിഞ്ഞാൽ ചീഞ്ഞ് പോകാൻ വളരെ സാധ്യത കൂടുതലുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം, ആ ഇലയിൽ നിന്ന് തന്നെ അത് പുതിയ തൈ മുളച്ച് വരികയാണ് ചെയ്യുന്നത്. നമുക്കൊരു ലീഫ് വെച്ചാൽ പോലും അതിൽ നിന്ന് പുതിയ തൈ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ വെള്ളം ഒരു കാരണവശാലും ഓവറായിട്ട് കൊടുക്കരുത്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പിടിച്ച് കിട്ടത്തുള്ളൂ. പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.